നല്ലൊരു ഹെയർ പാക്ക്, നമുക്കൊരു ഹെയർ പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ മുടി ഒരു നല്ല സിൽക്കി ആകാനും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും ഏറ്റവും ബെസ്റ്റായ ഒരു ഹെയർ പാക്കാണ്. ഒട്ടും ചടങ്ങുകളില്ല. നമുക്ക് കുറേ പാക്കുകളിട്ടാൽ ഇപ്പം നമ്മൾ കുറേ പാക്കുകളുണ്ട്, ഏറ്റവും നല്ല പാക്കുകളുണ്ട്. പ്രോട്ടീൻ പാക്ക്, എഗ്ഗിൻ്റെയൊക്കെ ഉണ്ട്, പിന്നെ ചെമ്പരത്തിടിയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്, ഉലുവാടിയുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാണെന്നറിയാമോ? ഇത് കഴുകിക്കളയുന്നത്, എക്സ്ട്രാ വാട്ടർ ചിലവും, പിന്നെ ബാത്റൂം ക്ലീൻ ആക്കുന്നത്, ഇതൊക്കെ ഒരു ചടങ്ങാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റായ ഒത്തിരി ചടങ്ങുകളോ ഒത്തിരി വർക്കുകളോ നമുക്കതിൻ്റെ മുന്നിലില്ലാത്ത ഒരു ഒന്നാമതൊരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഒരു ഏജ് കഴിഞ്ഞ്, ഞാൻ എപ്പോഴും എൻ്റേതായ ഏജിലുള്ളവരുടെ കാര്യങ്ങളെ ഞാൻ സംസാരിക്കാൻ കാരണം ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയിട്ട് വൈകിട്ടൊട്ട് സമയമില്ലാത്ത ഒരു വീട്ടമ്മ, ഇതൊക്കെയാണ് എൻ്റെ കണ്ണിലൂടെ ഓടിപ്പോകുന്നത്. ഒരു 45 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 50+ കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട്, ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും സുലഭമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഫ്ലാക്സീഡ്, ഇല്ലേ? ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും, നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഒമേഗ 3, ഏതൊരു സെൽസിൻ്റെ എന്തിനും വളർച്ചയ്ക്കും നമ്മുടെ ഒമേഗ 3 അത്യാവശ്യമാണ്, അല്ലേ? അതുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഒമേഗ 3 ധാരാളം അടങ്ങിയ ഫ്ലാക്സീഡ് കൊണ്ടാണ് ഇന്നൊരു നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഹെയർ നല്ല സ്മൂത്തി സിൽക്കായിട്ട് വെക്കാനും ഏറ്റവും ബെസ്റ്റായ ഒരു ക്രീമിനെ കുറിച്ചാണ്, ഒരു പാക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ഫ്ലാക്സീഡ് എങ്ങനെയാണ് നമുക്ക് ജെല്ലാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ കൊടുത്തിരിക്കാം. നമ്മൾ ഫ്ലാക്സീഡ് ജെല്ലെടുത്തിട്ട് വേറെ ഒന്നുമില്ല, ഫ്ലാക്സീഡ് ജെല്ലുണ്ടാക്കി അതെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു വൈറ്റമിൻ ഇ, നമുക്ക് ആവശ്യമുള്ള 1-2 മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്, തിക്നെസ്സും അനുസരിച്ച് നമുക്ക് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്ത് ഈ ഫ്ലാക്സീഡ് നമ്മുടെ തലയിൽ ഹെയറിലും തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് ഒരു 30 മിനിറ്റിന് ശേഷം മാത്രം ഇത് കഴുകിക്കളയുക. നമ്മുടെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ കണ്ടീഷൻസിനും ഏറ്റവും ബെസ്റ്റ് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഇത്, മനസ്സിലായോ? ഇത് കഴുകിക്കളയുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ്സും സിൽക്കിനെസ്സും ഇത് തരും. അപ്പോൾ 2 ഇൻഗ്രീഡിയൻസാണ്, ഒന്ന് ഫ്ലാക്സീഡ് ജെല്ലും വൈറ്റമിൻ ഇയുടെ ഓയിലും. അത് 2-3 ക്യാപ്സൂൾ എടുക്കാം. ഇനി വൈറ്റമിൻ ഇ ഇല്ലെങ്കിൽ ഈ ഓയിൽ എടുക്കാൻ നമുക്ക് അലർജി ഉള്ളവർക്കാണെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്കാണ് ഒലിവ് ഓയിൽ എടുക്കാം. ഏറ്റവും ബെസ്റ്റായ ഒരു ഫേസ് പാക്കിനാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ടോപ്പിക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണേ പ്ലീസ്.